ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ലാൽ ബ്രദേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന +1 കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഡെഫിനിഷൻ നോക്കിയിരിക്കുക ഇക്വിലിബ്രിയം. എന്നിട്ട് നോക്കേണ്ട കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻസ് ജസ്റ്റ് 2 പോയിന്റ് നോക്കി വയ്ക്കാം. നെക്സ്റ്റ് നോക്കേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നോക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ബ്രാക്കറ്റിൽ നമ്മൾ സിംപ്ലി KC എന്ന് വിളിക്കും. K എന്ന് മാത്രം വിളിക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് KC. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പഠിക്കണം. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആദ്യം എന്ത് ചെയ്യാൻ പഠിക്കണം? നിങ്ങൾ എഴുതാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞുതരാം. അതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് 4 പ്രോബ്ലം ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. കാൽസ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ. കാൽസ്യം കാർബണേറ്റ് സോളിഡ് ആണ്. ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡ് സോളിഡ് സ്റ്റേറ്റും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് സ്റ്റേറ്റും ആയിട്ട് മാറി. ഇവന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡെഫിനിഷൻ തന്നെ ഇതാണ്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആരാ? കാൽസ്യം ഓക്സൈഡിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കോൺസെൻട്രേഷൻ ആണ് സ്ക്വയർ ബ്രാക്കറ്റ്. അതിന്റെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ആരുടെ? റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ. ആരാ? CaCO3. ക്ലിയർ? മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ പ്രോഡക്റ്റിന്റെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്ന കോൺസെൻട്രേഷൻ, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എടുത്തിട്ട് ഇൻറ്റു, ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഇൻറ്റു പോകും. ഡിവൈഡ് ബൈ ആരെ കൊടുക്കുക? റിയാക്റ്റന്റ് കൊടുക്കുക. സപ്പോസ് ഇവിടെ ഒരു 2 CaO ഒന്നുണ്ടായിരുന്നെങ്കിൽ ⁻² എന്ന് കൊടുക്കുക. ഇവിടെ ഒരു 3 CO2 ഉണ്ടായിരുന്നെങ്കിൽ CO2⁻3 എന്ന് കൊടുക്കുക. ഇവിടെ ഒരു 7 CaCO3 ആയിരുന്നെങ്കിൽ CaCO3⁻3 എടുക്കുക, 7 കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് മോളിൽ വരുന്നതിനൊക്കെ എന്ത് ചെയ്യുക? പവർ ആയിട്ട് കൊടുക്കുക. സൈഡിൽ വരുന്ന ഇവിടെ വരുന്ന നമ്പർ ഓഫ് മോൾസിനെയൊക്കെ അതിന്റെ പവർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 0 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ എഴുതിയത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റാ. പക്ഷേ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോളിഡ് സ്റ്റേറ്റോ ലിക്വിഡ് സ്റ്റേറ്റോ വന്നാൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അതാണ് ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് പുതുക്കി ഇവനൊന്ന് എഴുതണം. ഞാൻ എന്താണ് പറഞ്ഞത്? സോളിഡ് സ്റ്റേറ്റോ ലിക്വിഡ് സ്റ്റേറ്റോ വന്നാൽ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സോളിഡ് സ്റ്റേറ്റ് ആരാണ്ട? CaCO3 സോളിഡ് ആണ്, കാൽസ്യം ഓക്സൈഡ് സോളിഡ് ആണ്. അപ്പം ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വേണമെങ്കിൽ KC' എന്ന് കൊടുത്തോ. എന്ന് പറയുമ്പം ആരായിരിക്കും? CO2 മാത്രമേ ഉള്ളൂ. അതിൽ കാൽസ്യം ഓക്സൈഡിന്റെ കോൺസെൻട്രേഷനും CaCO3 കോൺസെൻട്രേഷനും വേണമെങ്കിൽ യൂണിറ്റി 1 ആയിട്ട് അങ്ങ് എടുത്തോ. കാൽസ്യം ഓക്സൈഡിന്റെയും CaCO3യുടെയും കോൺസെൻട്രേഷൻ വേണമെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്തോ? യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ കളഞ്ഞോ. ഓക്കെ, ഈ ഇക്വേഷനിൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കളയുക. അപ്പം ബാക്കി ആര് മാത്രമേ ഉള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ മാത്രമേ വരികയുള്ളൂ. മനസ്സിലായോ? അങ്ങനെ പറയാൻ കാരണം നമ്മളിവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റോ അക്വസ്റ്റേറ്റോ ആണെങ്കിൽ മാത്രം നമ്മൾ എന്തിൽ എടുത്താൽ മതി? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ എടുത്താൽ മതി. ഇതാണ് ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇത് എഴുതി കൊടുക്കാനാണ് എക്സാമിന് ചോദിക്കുന്നത്. നമ്മൾ ഇത് എഴുതി വെച്ചാൽ തെറ്റാണ്, മാർക്ക് കിട്ടത്തില്ല. അപ്പം ഇത് എഴുതണം, ആദ്യം എഴുതിയിട്ട് ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് ഇത് എഴുതി കൊടുക്കണം. ഓക്കെ, കാരണം സോളിഡ് സ്റ്റേറ്റോ ലിക്വിഡ് സ്റ്റേറ്റോ വന്ന് അവന്മാരെ നെഗ്ലക്റ്റ് ചെയ്യാൻ കളയുക. ബാക്കി ഗ്യാസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എടുത്താൽ. ഇവിടെ ഗ്യാസ് ആര് മാത്രമേ ഉള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ്. മനസ്സിലായി? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവന്റെ ആദ്യം നിങ്ങൾ സാധാരണ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. പക്ഷെ പ്രോഡക്റ്റ് ഒരാളെ ഉള്ളൂ. അപ്പൊ NiCO4 ടൈംസ് നിക്കൽ ടെട്രാ കാർബണൽ എന്ന് പറയും കേട്ടോ. അവന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടർ ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ അവന്റെ പ്രോഡക്റ്റ് എടുക്കുക. Ni കോൺസെൻട്രേഷൻ ഇൻറ്റു ആരുടെ കോൺസെൻട്രേഷൻ? കാർബൺ മോണോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ. ഇവിടെ എത്ര കാർബൺ മോണോക്സൈഡ് ഉണ്ട്? 4 ഉണ്ട്. അപ്പൊ അതിനെ പവറിൽ എഴുതണം. നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഇവിടെ കോഎഫിഷ്യന്റ് വന്ന എടുത്ത് നേരെ ഇവിടെ കൊടുക്കണം, എഴുതുമ്പോൾ പവറിൽ കൊടുക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയടാ, നിക്കൽ എന്ന് പറഞ്ഞ ഇവിടെ ആരാണ്ട? സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ ഇതിൽ ആരുടെ എഴുതണ്ട? നിങ്ങൾ നിക്കലിന്റെ എഴുതണ്ട. ബാക്കി ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ആരാ? KC' എന്ന് പറയുമ്പോൾ ആരാ? NiCO4 ടൈംസിന്റെ കോൺസെൻട്രേഷൻ ബൈ ആരാണ്? കാർബൺ മോണോക്സൈഡ് 4. ഇവിടെ 4 വന്ന് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഇവിടെ കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ ഇവിടെ നേരെ പവർ ആയിട്ട് ഇടണം. ഇവിടെ നിക്കൽ എന്തുകൊണ്ട് ഞാൻ എഴുതിയില്ല? ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ നിക്കലിന്റെ സ്റ്റേറ്റ് ഏതാണ്? സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് എഴുതണ്ട? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ എഴുതണ്ട. ഫൈൻ, മനസ്സിലായോ? സംശയമുണ്ടോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ അപ്പം പഴയതുപോലെ പറ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറ.
പ്രോഡക്റ്റിന്റെ അത് എഴുതണം. ഓക്കെ, പ്രോഡക്റ്റ് എത്രയാ? CO, കാർബൺ മോണോക്സൈഡ്. പവറിൽ 2 കൊടുക്കുക, 2 കാർബൺ മോണോക്സൈഡ് ഉള്ളതുകൊണ്ട്. ഓക്കെ, ഡിവൈഡ് ബൈ റിയാക്റ്റന്റ് ആരൊക്കെയാ? CO2 കോൺസെൻട്രേഷൻ ഇൻറ്റു ആരുടെ കോൺസെൻട്രേഷൻ? കാർബൺ, വേറെ ആരുമില്ല. ഇനി അടുത്ത് ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഡാഷ് എന്ന് പറയുമ്പോൾ ആരാ? പറ. ഇതിലാരാ? ഇതിൽ കാർബൺ മാത്രം സോളിഡ് സ്റ്റേറ്റ്, ബാക്കി 2 ഗ്യാസ് അല്ലേ? ഒരെണ്ണം എടുത്താൽ മതി. ആരെ എടുക്കണ്ട? കാർബൺ എടുക്കണ്ട. പുതുക്കി പറ, കാർബണിനെ കളാ. എന്നിട്ട് ബാക്കി പറ. കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ആരാ? കാർബൺ മോണോക്സൈഡ്, പിന്നെ ആരും? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഉള്ളൂ. കാർബൺ സോളിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് കളഞ്ഞു. ഇതാണ് ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇത് എഴുതി കൊടുത്താലേ നിങ്ങൾക്ക് മാർക്കുള്ളൂ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. Ag2O സിൽവർ ഓക്സൈഡ് സോളിഡ് സ്റ്റേറ്റ് ആണ്. HNO3 അക്വസ് സ്റ്റേറ്റ് ആണ്. AgNO3 അക്വസ് സ്റ്റേറ്റ് ആണ്. H2O ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. നേരത്തെ പറഞ്ഞ മൈൻഡിൽ വരണം, സോളിഡോ ലിക്വിഡോ ആണെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. അക്വസ് സ്റ്റേറ്റോ ഗ്യാഷ്യസ് സ്റ്റേറ്റോ ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യും, എടുക്കും. സോളിഡോ ലിക്വിഡോ വന്ന് എടുക്കത്തില്ല, അക്വസോ ഗ്യാസോ വന്ന് എടുക്കും. ഓക്കെ, ആദ്യം സാധാരണ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറഞ്ഞ Kc ഈക്വൽ ടു പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ. പ്രോഡക്റ്റ് ആദ്യം ആരാണ്? AgNO3. എത്ര AgNO3 ഉണ്ടാ? 2. അവിടെ അടുത്ത് പവർ ആയിട്ട് എടുക്കുക ഇൻറ്റു H2O പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ് ആരാ? Ag2O ഇൻറ്റു HNO3. 2 ആൾക്കാരിൽ എടുത്ത് പവർ ആയിട്ട് ഇടുക HNO3. ഇനി നോക്കും ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഡാഷ് എങ്ങനെ വരും നോക്കി. ഇതിൽ നോക്കാം ആരൊക്കെയാണ്ടാ? സോളിഡും ലിക്വിഡും എന്ന് പറയുമ്പം Ag2O സോളിഡ് ആണ്, H2O ലിക്വിഡാ. ഈ 2 എടുക്കത്തില്ല. പിന്നെ ഇതിൽ ഗ്യാസ് ഇല്ല, പകരം ആരുണ്ട്? അക്വസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റ് മാത്രമേ എടുക്കുള്ളൂ? അക്വസ് സ്റ്റേറ്റ്. ഗ്യാസോ അക്വസോ വന്നാൽ എടുക്കാം, സോളിഡോ ലിക്വിഡോ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതണ്ട. അപ്പൊ ഇതിൽ വന്ന ലിക്വിഡും സോളിഡും കളഞ്ഞു, ബാക്കി അക്വസ് മാത്രം എടുത്തു. അപ്പൊ അക്വസ് ആരെ? HNO3 അല്ലേ? AgNO3 എടുക്കും. അപ്പൊ ആരാ? AgNO3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ആരാണ്? ഇനി ബാക്കിയുള്ള അക്വസ് സ്റ്റേറ്റ് ആരാ? റിയാക്റ്റന്റിൽ HNO3 അതും മനസ്സിലായോ? സംശയമുണ്ടോ? അപ്പൊ ഇതിൽ ആരൊക്കെ എടുക്കത്തില്ല? Ag2O കളഞ്ഞു, പിന്നെ ആരെയും കളഞ്ഞു? വാട്ടർ ആണ്. 2 Ag2O സോളിഡ് സ്റ്റേറ്റും വാട്ടർ സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റ്. അക്വസ് ആയതുകൊണ്ട് എടുത്തു. ഗ്യാസ് ആയിരുന്നെങ്കിലും എടുക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ. ഇത് എഴുതി കൊടുത്താലേ മാർക്കുള്ളൂ കേട്ടോ. ഇത് എഴുതിയിട്ട് വേണം ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് ഇത് എഴുതണം കേട്ടോ നിങ്ങൾ. മനസ്സിലായോ? ശരി. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ആപ്ലിക്കേഷൻ ഓഫ് K അല്ലെ? Kc ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എടുത്തുന്നുള്ളൂ. ഓക്കെ, 3 മെയിൻ ആപ്ലിക്കേഷൻസാണ്. പ്രെഡിക്റ്റിംഗ് ദി എക്സ്റ്റെന്റ് ഓഫ് എ റിയാക്ഷൻ, predicting the direction of a reaction, calculating equilibrium concentration. Okay, അപ്പോൾ equilibrium constant 3 applications ആണ്. predicting the extent of a reaction, predicting the direction of a reaction, calculating equilibrium concentration. Okay, അതിൽ ഫസ്റ്റ് predicting the extent of a reaction എന്ന് പറഞ്ഞാൽ, predicting the extent of a reaction എന്ന് പറഞ്ഞാൽ അവിടെ മീൻ ചെയ്യുന്നത് നമ്മൾ equilibrium constant വാല്യൂ 10⁻³ വലുതാണെങ്കിൽ പ്രോഡക്റ്റ് ഡോമിനേറ്റ്, ആ റിയാക്ഷനിൽ ഏറ്റവും കൂടുതലുള്ള പ്രോഡക്റ്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ 10⁻³ വലുതാണെങ്കിൽ ആ റിയാക്ഷനിൽ ഏറ്റവും കൂടുതലുള്ള പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആകാറായി. എല്ലാ റിയാക്റ്റന്റും മോസ്റ്റ് പ്രോഡക്ട്സ് ആയി മാറിക്കഴിഞ്ഞു, ഓൾമോസ്റ്റ് പ്രോഡക്റ്റ് ആയി മാറിക്കഴിഞ്ഞു. റിയാക്ഷൻ പ്രൊസീഡ്സ് നിയർലി കംപ്ലീഷൻ, റിയാക്ഷൻ തീരാറായി. ഇനി തിരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയുടെ വാല്യൂ 10⁻³ കുറവാണെങ്കിൽ റിയാക്റ്റന്റ് ഡോമിനേറ്റ്സ്, ആ റിയാക്ഷനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാണ്? റിയാക്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ട് വളരെ പതുക്കെ മാത്രമേ മാറുന്നുള്ളൂ. റിയാക്ഷൻ പ്രൊസീഡ്സ് റെയർലി, വളരെ സാവധാനത്തിൽ മാത്രമേ റിയാക്ഷൻ നടക്കുന്നുള്ളൂ, അല്ലെ റിയാക്ഷൻ റെയർ ആയിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ പോയിന്റ്, ഈ Kcയുടെ വാല്യൂ 10⁻³ 10⁻³ ഇടയിലാണെങ്കിൽ, 10⁻³ കൂടുതലല്ല 10⁻³ കുറവുമല്ല എങ്കിൽ, ഓക്കെ, 10⁻³ 10⁻³ എന്താണ്? ഇടയിലാണ് Kcയുടെ വാല്യൂ എങ്കിൽ ബോത്ത് റിയാക്റ്റന്റ് ആൻഡ് പ്രോഡക്റ്റ് ആർ പ്രസന്റ്. അവിടെ എന്തുണ്ട്? റിയാക്റ്റന്റും ഉണ്ട്, പ്രോഡക്ട്സും ഉണ്ട്. മനസ്സിലായി? ഏകദേശം രണ്ടും ഒരേ അളവല്ല, എന്നാൽ രണ്ടുപേരും ഡോമിനേറ്റ് ചെയ്യുന്നു, രണ്ടുപേരും അവിടെ ഉണ്ട്. ഓക്കെ, 10⁻³ കൂടുതലാണെങ്കിൽ റിയാക്റ്റന്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതലുള്ള ആരാണ്? പ്രോഡക്റ്റ്. 10⁻³ കുറവാണെങ്കിൽ
റിയാക്റ്റൻ്റ് കൂടുതൽ, പ്രോഡക്റ്റ് വളരെ കുറച്ചേ ഉള്ളൂ. ഈ രണ്ടിനും ഇടയിലാണെങ്കിലോ റിയാക്റ്റൻറ്റും ഉണ്ട് പ്രോഡക്റ്റും ഉണ്ട്. ഇതാണ് പ്രഡിക്റ്റിംഗ് ദി എക്സ്റ്റെന്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. മനസ്സിലായോ? ഇനി സെക്കൻഡ് ടോപ്പിക്, അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റിംഗ് ദി ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, അത് നിങ്ങൾ നോക്കേണ്ടത് ഇഫ് QC, ആരാ QC എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കോഷ്യന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇക്വിലിബ്രിയം ആരാ QC എന്ന് ഞാൻ പറഞ്ഞില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഏതറിയാലോ? ആ സെയിം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ് QC എന്ന് പറഞ്ഞാൽ. ഇക്വിലിബ്രിയം സ്റ്റേജിലാണ് ആ മറ്റേ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ റിയാക്ടന്റ് നേരത്തെ എഴുതിയില്ലേ? അതിനെ ഇക്വിലിബ്രിയം സ്റ്റേജിൽ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമ്മൾ റിയാക്ഷൻ ഇക്വിലിബ്രിയം അല്ല എങ്കിൽ നേരത്തെ ഞാൻ എഴുതിയിട്ട് റേഷ്യോ ഉണ്ടല്ലോ, ഇതിനെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ റേഷ്യോയെ ഇക്വിലിബ്രിയം സ്റ്റേജ് അല്ല എങ്കിൽ വിളിക്കുന്ന പേരാണ് QC, കോൺസെൻട്രേഷൻ കോഷ്യന്റ് എന്ന് പറയും. കോൺസെൻട്രേഷൻ കോഷ്യന്റ് ഒരു റിയാക്ഷന്റെ പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ ബൈ നിങ്ങൾ എന്ത് ചെയ്യുന്നത് റിയാക്ടന്റെ കോൺസെൻട്രേഷൻ എഴുതുമല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ കോഷ്യന്റ്. അത് ഇക്വിലിബ്രിയം സ്റ്റേജ് ആണെങ്കിൽ അവനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KCയുടെ വാല്യൂ QCനേക്കാളും വലുതാണെങ്കിൽ എന്താണ് KC ഗ്രേറ്റർ ദാൻ QC അല്ലെങ്കിൽ QC ലെസ് ദാൻ KC, QCയുടെ വാല്യൂ KCനേക്കാളും ചെറുതാണെങ്കിൽ എങ്ങനെ വേണോ പറയാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് വലുതെങ്കിൽ റിയാക്ഷൻ സീംസ് ടു ബി ഫോർവേഡ് ഡയറക്ഷൻ. റിയാക്ഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഫോർവേഡ് ആയിരിക്കും, ഇങ്ങോട്ട്. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ കുറവാണെങ്കിൽ QC ആണ് വലുതെങ്കിൽ റിയാക്ഷൻ സീംസ് ടു ബി ബാക്ക്വേർഡ് ഡയറക്ഷൻ. റിയാക്ഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ബാക്ക്വേർഡ് ആയിരിക്കും. QCയും KCയും സെയിം ആണെങ്കിൽ നോ നെറ്റ് റിയാക്ഷൻ ഒക്കേഴ്സ്. അവിടെ എന്ത് നടക്കത്തില്ല? റിയാക്ഷൻ നടക്കത്തില്ല എന്ന് തോന്നും എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജ് ആണ് ഇക്വിലിബ്രിയം സ്റ്റേജ്. QCയും KCയും ഈക്വൽ ആവുന്ന സ്റ്റേജ് ആണ് ഇക്വിലിബ്രിയം സ്റ്റേജ്. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഇത് മാത്രം ചോദിക്കാം, ചിലപ്പോൾ ഇത് മാത്രം 3 മാർക്കിന് ചോദിക്കാം. അതാണ് രണ്ടും എഴുതിയിട്ടെന്ന്. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് എന്ന് പറഞ്ഞ പ്രോബ്ലം ആണ്. ഓക്കെ, KC വെച്ച് നമുക്ക് ഒരു ഇക്വിലിബ്രിയത്തില്ല. ഇപ്പോൾ 2-3 റിയാക്ടന്റ് തന്നിരിക്കുന്ന പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ തരും, വേറൊരു പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ തരത്തില്ല. നമുക്ക് കാൽക്കുലേഷൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും. അതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് യൂണിറ്റ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, യൂണിറ്റ് ഓഫ് KC. 2 ക്വസ്റ്റ്യൻ തരാം, പ്രോബ്ലം വെച്ച് ചെയ്യാം കേട്ടോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, N2 plus O2 gives 2N. ഇക്വിലിബ്രിയം അല്ലേ? ഓക്കെ, എല്ലാം ഗ്യാസ് ആണ്. ആദ്യം നിങ്ങൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചെയ്ത് എല്ലാം ഗ്യാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതണം കേട്ടോ. KC എന്താണ്? KC ഈക്വൽ ടു പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ്റെ 2 കൊണ്ട് സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ബൈ ആരാണ്? N2 ഇൻറ്റു ഇവിടെ എല്ലാം ഗ്യാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഗ്യാസ് അല്ലെങ്കിൽ ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വേണം എഴുതാം. ഓക്കെ, മനസ്സിലായോ? എല്ലാം ഗ്യാസ്. ഇനി യൂണിറ്റ് ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ഈ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ. മോൾ ലിറ്റർ റൈസ് ടു -1 ആണ് ആടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷന്റെ യൂണിറ്റ്. മോൾ ലിറ്റർ റൈസ് ടു -1 ആണ് കോൺസെൻട്രേഷൻ യൂണിറ്റ്. അപ്പൊ ഇവിടെ ഈ എന്നോട് കോൺസെൻട്രേഷന് പോലെ ആര് കൊടുക്കുക? മോൾ ലിറ്റർ റൈസ് ടു -1. അതാണ് കോൺസെൻട്രേഷൻ യൂണിറ്റ്. ഇവിടെ അവന്റെ സ്ക്വയറിലെ ദ ഹോൾ സ്ക്വയർ ബൈ ഇവന്റെ യൂണിറ്റ് എന്താണ്? കോൺസെൻട്രേഷൻ, മോൾ ലിറ്റർ റൈസ് ടു -1. ഇവന്റെ യൂണിറ്റ് എന്താണ്? കോൺസെൻട്രേഷൻ, വരാണ് മോൾ ലിറ്റർ റൈസ് ടു -1. ഇതും കൂടെ ചെയ്യുമ്പോൾ വീണ്ടും സ്ക്വയർ ആവും. ഇവിടെ ക്യാൻസൽ ആയി പോയി. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ KCക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്. ഈ ക്വസ്റ്റ്യനിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തില്ല? യൂണിറ്റ് ഇല്ല. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ സ്പീഡിൽ നിൽക്കുവേ, നിങ്ങൾ പൗസ് ചെയ്ത് വെച്ച് നോക്കി പഠിച്ചാൽ കേട്ടോ. വീഡിയോ പൗസ് ചെയ്യുക, എന്നിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ ഇക്വേഷൻ ആദ്യം ബാലൻസ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഞാനിവിടെ എല്ലാം ബാലൻസ് ചെയ്താൽ തരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാലൻസ്ഡ് ആണോ നോക്കാം. ഇവിടെ എല്ലാം ഗ്യാസാ, അതുകൊണ്ട് നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് KC പറ. പ്രോഡക്റ്റ് NH3 ടോയ്സ് അല്ല, സോറി, സ്ക്വയർ ബൈ റിയാക്ടൻ്റ് ആരാ? N2, പിന്നെ ആരാ? H2. എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 3 ഉണ്ട്. 3 H2 ഉണ്ട്. അപ്പോൾ ⁻3. എല്ലാം ഗ്യാസ് ആയതുകൊണ്ട് പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതണ്ട, ഇത് മാത്രം എഴുതിയാൽ മതി. സംശയമുണ്ടോ? ഇനി ഇവന്റെ യൂണിറ്റ് എഴുതണം.
കോൺസെൻട്രേഷൻ യൂണിറ്റ് നേരത്തെ പറയുന്നു മോൾ ലിറ്റർ റൈസ് ടു മൈനസ് 1, മോൾ ലിറ്റർ റൈസ് ടു മൈനസ് 1. എത്ര ആൾക്കാരുണ്ട്? 2 സ്ക്വയർ. അത് അതേപോലെ എടുക്കുക, ഡിവൈഡഡ് ബൈ ഇവന്റെ യൂണിറ്റ് കോൺസെൻട്രേഷൻ യൂണിറ്റ് ആരാണ്? മോൾ ലിറ്റർ റൈസ് ടു മൈനസ് 1. നമ്മുടെ +1 നിങ്ങൾ ഫിസിക്സിൽ ഫസ്റ്റ് ലെവൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പഠിച്ചതുകൊണ്ട് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ പഠിച്ചില്ലേ? അത് തന്നെ സാധനം ഇവിടെ കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ റൈസ് ടു മൈനസ് 1, മോൾ ലിറ്റർ റൈസ് ടു മൈനസ് 1 ദ ഹോൾ റൈസ് ടു 3. ഓക്കെ, ഇവിടെ നിന്ന് 2 മോൾ ലിറ്റർ മൈനസ് 1 ക്യാൻസൽ ആയിപ്പോ, ഇവിടെ നിന്ന് 2 മോൾ ലിറ്റർ ടു മൈനസ് 1 ക്യാൻസൽ ആയിപ്പോ, ബാക്കി ഇവിടെ ഒരു മോൾ ലിറ്റർ ടു മൈനസ് 1 വരും, ഇവിടെ ഒരു മോൾ ലിറ്റർ ടു മൈനസ് 1 വരും. അപ്പോൾ അത് മോൾ ലിറ്റർ ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാവും. അത് നേരെ ന്യൂമറേറ്ററിൽ പോവും. ബാക്കി ഇങ്ങനെ വരും, 1 മോൾ ലിറ്റർ ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ നിന്ന് 2 ക്യാൻസൽ ആയി പോകുമ്പോൾ ഇത് നേരെ മോളിൽ കയറുമ്പോൾ മോൾ റൈസ് ടു മൈനസ് 2 ലിറ്റർ സ്ക്വയർ എന്നാവും. എന്തായിട്ട് മാറി? മോൾ റൈസ് ടു മൈനസ് 2 ലിറ്റർ സ്ക്വയർ. നിങ്ങളത് മുകളിൽ കൊണ്ടുപോകുമ്പോൾ പവർ -2, പവർ അകത്ത് കയറുമ്പോൾ ഇത് -2 മൈനസ് എന്തായിട്ട് മാറും പ്ലസ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കറിയാം. ഫിസിക്സിൽ അത് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്കറിയാം. മനസ്സിലായോ? അടുത്തത് പിന്നെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുക, പഴയതുപോലെ Kc = CaO പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എഴുതി ബൈ ആരാണ്? റിയാക്റ്റന്റ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ പ്രശ്നം പറ്റി. നേരത്തെ പറഞ്ഞു തന്നു, ഇവിടെ 2 ആൾക്കാർ സോളിഡ് ആണ്. നമ്മൾ അക്വസും ഗ്യാസും മാത്രമേ എടുക്കൂ, സോളിഡ് ലിക്വിഡ് ഒന്നും എടുക്കത്തില്ല. അപ്പോൾ ഈ 2 ആൾക്കാർ എഴുതേണ്ട പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഡാഷ് എന്ന് പറയുമ്പോൾ ആരുടെ മാത്രം എടുത്താൽ മതി? ഗ്യാസിന്റെ മാത്രം. അപ്പോൾ ആരാണ്? CO2. അപ്പൊ ഇവന്റെ യൂണിറ്റ് ആരാണ്? വേറെ ഒന്നും പവർ ഒന്നുമില്ല, ഒരാളെ ഉള്ളൂ. യൂണിറ്റ് ആരാണ്? മോൾ ലിറ്റർ റൈസ് ടു മൈനസ് 1, വേറെ ഒന്നുമില്ല. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ, പഠിച്ചു വെക്കണേ. ഓക്കെ, അപ്പൊ യൂണിറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ കുഞ്ഞു 2 ടോപ്പിക്ക്. ഹോമോജീനിയസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാണാതെ വിത്ത് എക്സാം അടക്കം പഠിക്കണേ. ഹോമോജീനിയസ് ഇക്വിലിബ്രിയ ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയ, 2 ടോപ്പിക്ക്. ഈ 2ഉം പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 2017 18 3 മാർക്കിന് ചോദിച്ചു. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയ എന്ന് പറഞ്ഞ്. ഹോമോജീനിയസ് റിയാക്ഷനും ഹെട്രോജീനിയസ് റിയാക്ഷനും വേറെ, ഹോമോജീനിയസ് ഇക്വിലിബ്രിയ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയ വേറെ. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുക. ഹോമോജീനിയസ് ഇക്വിലിബ്രിയ ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾ നോട്ടിൽ കാണും, തിയറി ടോപ്പിക്കാണ്. 2 എക്സാമ്പിൾ വെച്ചും കൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ. നിങ്ങൾ 10ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ഈസിയാണ്. ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിളിന്റെ എന്താ ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിൽ പ്രഷറിലോ ടെമ്പറേച്ചറിലോ കോൺസെൻട്രേഷനിലോ എന്തെങ്കിലും ചേഞ്ച് നമ്മൾ വരുത്തുകയാണെങ്കിൽ ആ സിസ്റ്റം അവിടെ ഉണ്ടായ ചേഞ്ചിനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കും? നള്ളിഫൈ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കും. അതാണ് ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ. ഓക്കെ, കുറച്ച് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഉണ്ട്. എഫക്റ്റ് ഓഫ് പ്രഷർ, ടെമ്പറേച്ചർ, പിന്നെ ഏതാ? കോൺസെൻട്രേഷൻ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? വളരെ ഇമ്പോർട്ടൻ്റ്, പഠിച്ചു വയ്ക്കുക. ഒരു റിയാക്ഷൻ തന്നിട്ട് ചോദിക്കും. ഓക്കെ, അത് അറിഞ്ഞുകൂടായെങ്കിൽ ഞാൻ ഒരു പ്രത്യേക ഒരു വീഡിയോ ചെയ്തിടാം. ഓക്കെ, ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ടോപ്പിക്ക് കവർ ചെയ്യുക. ബാക്കി ഇത്രയും കഴിയുമ്പോൾ ഇക്വിലിബ്രിയത്തിന്റെ ഹാഫ് പോർഷൻ ആവും. ഇനി ബാക്കി ഹാഫ് എന്ന് പറഞ്ഞാൽ അയോണിക് ഇക്വിലിബ്രിയമാണ്. അത് ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വെച്ച് ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഓക്കെ, ശരി.